यूहन्ना का किताब में से छठा अध्याय में से 41 और 42 लेंगे। മലയാളത്തിൽ ഞാൻ വായിക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പിറുപിറുത്തു. ഇവൻ യോസെഫിന്റെ പുത്രനായ യേശു അല്ലയോ? അവന്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ. പിന്നെ ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന് അവൻ പറയുന്നത് എങ്ങനെയെന്ന് അവർ പറഞ്ഞു. हम जो कोई पढ़ेंगे, वचन पढ़ने के लिए कोई है हिंदी में? जॉन 6:41-42। जब यीशु ने कहा कि मैं स्वर्ग से आया हुआ रोटी हूँ, तो वहां के यहूदी लोग तुड़कुड़ाने लगे, ये तो यीशु है जो यूसुफ का जो बेटा है, इसका और माता पिता को तो हम जानते हैं, तो ये कैसा कह सकता है कि ये स्वर्ग से उतर आया हुआ है? ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം, ഇത് നമുക്കറിയാം. പഴയ നിയമ ഇസ്രായേൽ ജനത്തിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചപ്പോൾ ആ മന്ന ആരാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. स्वर्ग से उतर आया हुआ कहने का मतलब, मैं वो रोटी कहने का मतलब, इजराइल के लोगों को मालूम है ये बात, क्योंकि पुराने करार में ऐसा समय आया था जब इजरायली लोगों को परमेश्वर ने स्वर्ग से मन्ना गिराकर उनको खिलाया था खाना. യഥാർത്ഥമായി ഇത് മോശയാണ് അവർക്ക് കൊടുത്തതെന്ന് അവര് ആ സാക്ഷാൽ യഥാർത്ഥമായി അത് ആ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് അവരിൽ പലരും അത് കണ്ടില്ല. तो मोसेस के द्वारा ये मन्ना उनको बरसा कर दिया था स्वर्ग से, तो वो यीशु मसीह का परछाई था. ये बात वे लोग को नहीं समझा. കാരണം ഇതിന്റെ ടേസ്റ്റിനെ കുറിച്ച് ഇതിന്റെ ആ രുചിയെ പറ്റി ആദ്യം പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 31-ാം വാക്യത്തിൽ പറയുന്നത് इसके लिए रोटी का जो स्वाद कैसा था ये जानने के लिए आओ हम लोग निर्गमन का पुस्तक ले 16वां अध्याय 16:31 ഇസ്രായേൽ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കൊത്തമ്പാൽ അരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത് രുചിയുള്ളതുമായിരുന്നു. വായിക്കുന്നു. 31 ओके. और इजरायली के घराने वालों ने उस वस्तु का नाम मन्ना रखा और वह धनिया के समान श्वेत था और उसके स्वाद मधु के बने हुए कुएं का सा था. അവർക്ക് ആദ്യം ഈ മന്ന കിട്ടിയപ്പോൾ അത് അവർക്ക് വളരെ സ്വാദിഷ്ടമായിട്ട് അവർക്ക് ആദ്യം തോന്നി. അത് തേൻ കൂട്ടിയ ദോശയ്ക്കൊത്തതായിരുന്നു എന്ന് അവർ അവിടെ പറയുന്നു. तो पहले बार जब उनको प्राप्त हुआ ये मन्ना, तो वे लोग जब खाते हुए बहुत आनंद उनको वे खा रहे, क्योंकि उनको स्वादिष्ट लगा. यहाँ पर लिखा कि मधु के समान जैसा डोसा होता है उस प्रकार था उसका स्वाद. എന്നാൽ അവർക്കത് പിന്നീട് അവർ കുറെ നാൾ കഴിഞ്ഞു, അതിനുശേഷം അവർക്കത് അതിന്റെ രുചി വ്യത്യാസം വന്നു. बहुत दिन वे जब एक वही चीज को खाते रहते वक्त उसके बाद उनको स्वाद में थोड़ा उनको अलग महसूस होने लगा. കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് അതിന്റെ രുചി വ്യത്യാസം വന്നു. कुछ दिनों के बाद उसके रुचि में फर्क आने लग गया. അത് സംഖ്യാപുസ്തകം 11-ന്റെ 6-7-8 വാക്യം. गिनती का पुस्तक में 11-ന്റെ 11 चैप्टर का 7 और 8 पढ़े.
മന്നയോ കൊത്തമ്പാൽ അരി പോലെയും അതിന്റെ നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും ആയിരുന്നു. ജനം നടന്നു പെറുക്കി തിരുക്കല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. हम लोग पढ़ेंगे, परंतु अब हमारी जी घबरा गया है। यहाँ पर इस मन्ना को छोड़ और कुछ भी देख नहीं पड़ता। मन्ना तो धनिये के समान था और उसके रंग रूप मोती का सा था। लोग इधर उधर जाकर उसे बटोरते और चक्की के में पीसते, वह ओखली में कूटते थे, फिर तसले में पकाते थे और उसके फुलके बनाते थे और उसके बाद उसका स्वाद तेल में बने हुए पुए का सा था। അപ്പൊ ഇവിടെ നാം കാണുന്നത് അവർ ആദ്യം കഴിച്ച ആ ടേസ്റ്റ് അവർക്ക് പിന്നീട് ഇല്ലായിരുന്നു. इधर ये देखने से पता चलता है कि पहले जब उनको जो जैसा वो खाया था वो रुचि नहीं था रहेगी बाद में। അതിന്റെ കാരണം എന്താന്ന് ആ 11 അധ്യായത്തിന്റെ 4 തൊട്ടുള്ള വാക്യങ്ങളിൽ 4-5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. इसका कारण क्या था ये समझने के लिए वही अध्याय में 4 और 5वां वचन पढ़ सकते हैं. 5-ാം വാക്യം വായിക്കാം. ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുറ്റുള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു എന്നവിടെ പറയുന്നു. അവര് അവരുടെ പഴയ ജീവിതത്തെ ഓർക്കാൻ തുടങ്ങി. वो पुराने दिनों को याद करने लगे जब वो मिस्र में थे और उनको अच्छा अच्छा भोजन मिलता था. हमें वो मछलियां स्मरण है जो हमने मिस्र में सेंध में खाया रहे करते थे और वहां के खीरे और तरबूजे और गंदने और प्याज और लहसुन भी वे पुराने दिन को याद करने लग गए. इस कारण मन्ना उनको स्वादिष्ट नहीं रहने लगा. അവരുടെ അവർ ആ പഴയ ജീവിതത്തിലേക്ക് അവർ തിരിച്ച് ചിന്തിച്ചപ്പോൾ, അല്ലെ അവർ ആ പഴയ ജീവിതം അവരിലേക്ക് അവരുടെ ജീവിതത്തിന്റെ ഓർമ്മയായി അവർക്ക് വന്നപ്പോൾ ഇത് അവർക്ക് രുചി വ്യത്യാസം വന്നു. ഇതൊക്കെ ടേസ്റ്റ് ഇല്ലാതെയായി. जब पुराने दिन को वे जब याद करने लगे तो ये अभी का जो मन्ना उनको स्वादिष्ट लगने नहीं लगा. അതിന്റെ പരിണിത ഫലമായിട്ട് അവിടെ വലിയ ഒരു അതിന്റെ പരിണിത ഫലമായിട്ട് പിന്നീട് അവർക്ക് വളരെ ക്ലേശം അനുഭവിക്കേണ്ടി വന്നു. इसका परिणाम यह हुआ कि बाद में उनके अंदर बहुत क्लेश उत्पन्न हुआ, पैदा हुआ. കാരണം അത് പിന്നീട് തുടർന്ന് ഇങ്ങോട്ട് വായിക്കുമ്പോൾ പറയുന്നു, ദേശം ഉറ്റുനോക്കാൻ 12 പേരെ അയക്കുന്നുണ്ട്, കനാൻ ദേശം ഉറ്റുനോക്കാൻ. ഇവര് പോയിട്ട് വന്നിട്ട് അവിടെ കണ്ട മല്ലന്മാരെയും അവരുടെ മുമ്പിൽ ഞങ്ങൾ ഏറ്റവും ചെറിയ ഒരു വെട്ടുക്കിളിയെ പോലെ തോന്നിയെന്നൊക്കെ അവരോട് വന്ന് പറയുന്നു. परिणाम ऐसा हुआ कि आगे चल के जब पता चलता है जब 12 जब लोगों को भेजते हैं जो कनान देश के का अवस्था जानने के लिए, तब वे लोग रिटर्न आकर ब्यौरा देते कि वहां पर बड़े बड़े एकदम राक्षस लोग रहते हैं, हम लोग उनके सामने एकदम चींटी के समान है. ये परिणाम हुआ. इस तरह का उनका मनोभावना बदल गया, अपने आप को छोटे समझने लगे. സംഖ്യാപുസ്തകം 13-ന്റെ 33-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. അതിന്റെ ശേഷം 14-ാം വാക്യത്തിൽ പറയുകയാണ്, സഭയൊക്കെയും അവർ നിലവിളിക്കാൻ തുടങ്ങി. जो गिनती का किताब का 13वां अध्याय में 33 और 34 पढ़ेंगे. 33 है. अच्छा 33 ओके. हमने वहां नपीलों को अर्थात नपीली जाति वाले अनाक वंशियों को देखा और हम अपनी दृष्टि में उनके सामने टिड्डे के समान दिखाई पड़ते थे और ऐसे ही उनकी दृष्टि में मालूम पड़ते थे. അവരെ കണ്ടപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. वे लोग जब उन्हें देखे, वहां के निवासियों को देखे, राक्षसों को तो देखकर डर गए. എന്നാൽ ഇത് ഇവിടെ വന്ന് ഈ ജനങ്ങളെ കൂടെ ഇവർ ഭയപ്പെടുത്തി, ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളിലൂടെ ഭീതി ഉളവാക്കി. और इस तरह लोगों को उन लोग भयभीत करा दिया, इस तरह का बेवरा देकर उनको डरा दिया. എന്നാൽ കാലേബ്, ആ പോയതിൽ കാലേബ് യോശുവ മാത്രമേ ഉള്ളൂ
അവരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ കർത്താവിന് അനുകൂലമായി സംസാരിച്ചത്. लेकिन वहां पर जो दो जन जो जिनको भेजा गया था, वो जो कालेब और योशुआ, केवल यही दो लोग थे जो सकारात्मक रिपोर्ट लेकर आते हैं. ആയതുകൊണ്ട് ദൈവത്തിന്റെ കോപം അവിടെ വെളിപ്പെട്ടു. इसलिए परमेश्वर का क्रोध वहां पर प्रकट हुआ. അതിന്റെ 22-ാം വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ അവർ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. 22वां वचन में पता चलता कि ये इजराइल के जाति लोग अभी मुझे 10 बार मुझसे मेरा परीक्षा ले रहे हैं. കാരണം അവരെ ഈ മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്ന യഹോവയായ കർത്താവ് ഏതെല്ലാം സ്ഥിതിയിൽ നിന്ന് അവരെ വിടുവിച്ചതാണ്, ഏതെല്ലാം കഷ്ടങ്ങളിൽ നിന്നും परमेश्वर ने इन इजराइल के लोगों को मिस्र देश से जब बाहर निकाला था, कितना बड़े बड़े अनेक कष्टों से बचाकर चमत्कार के द्वारा उनको लेकर आया था बाहर. അവർക്ക് മുമ്പും കാവലായിട്ട് കർത്താവിന്റെ സേന, ദൈവത്തിന്റെ സേന ഉണ്ടായിരുന്നു. इतने पराक्रमी काम किया था प्रभु ने, उनके आगे पीछे परमेश्वर ने स्वर्गदूतों का पारा रखा था और उनको चलाया था सुरक्षित. എന്നാൽ ഇതൊന്നും അവർക്ക് വിശ്വാസമായിട്ട് വന്നില്ല. फिर भी ये बातें उनका विश्वास मजबूत नहीं किया. കാരണം സർവശക്തനായ യഹോവയാകുന്നു ഞങ്ങളെ ഈ കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നത്, യഹോവ തന്നെ യുദ്ധം ചെയ്യുമെന്നുള്ള ആ ഒരു ബോധ്യം അവർക്കില്ലായിരുന്നു. ये सर्वशक्तिमान परमेश्वर है जो हमारा स्वयं हमारा रक्षा करने वाला, जो हमें बचाकर हमें कनान देश तक भी ले जा सकता है. इस तरह के विश्वास का बोध उनके अंदर नहीं रहा. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ അതിനു മുമ്പൊക്കെയും പറയുന്നുണ്ട്, ഞാൻ സർവശക്തനായ യഹോവയാകുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളില് കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. परमेश्वर कितने बार ये ऐलान करता है, मैं सर्वशक्तिमान परमेश्वर हूँ और इस प्रकार मैं यहोवा हूँ. तो इस तरह बोलकर कितने बार अपने आप को उसने प्रकट किया था इजरायली को सामने. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിങ്ങളുടെ യഹോവയാകുന്നു. ഇങ്ങനെ ഒരുപാട് വചനങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്. परमेश्वर ने स्वर्ग से इतने बार ऐलान किया था, मैं यहोवा हूँ, मैं तुम्हारा परमेश्वर हूँ. इस प्रकार कहने के बावजूद कितने बार उन्होंने प्रभु ने ऐसा कहा, फिर भी वे लोग के अंदर विश्वास नहीं उत्पन्न हुआ. കാരണം അവർക്ക് യഥാർത്ഥമായിട്ടും ആ മന്നയുടെ സ്വാദ് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. कारण ये सब का कारण ये था कि उन्होंने मन्ना का जो सही स्वाद है, जो उसको आनंद नहीं उठा पाकर वो उसमें निरंतर बने रहे. കാരണം ഇത് ഈ ഒരു അനുഭവം തന്നെ നമ്മളെ പുതിയ നിയമ വിശ്വാസികളായ നമ്മളിലും പലപ്പോഴും ഇത് വെളിപ്പെടാറുണ്ട്. यही जो इतिहास जो इजरायली के साथ हुआ, बहुत बार विश्वासियों के जीवन में भी हम देखते हैं कि इसी प्रकार का अनुभव होता है. കാരണം നമ്മൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ചിലരൊക്കെ വരുന്ന ആ സമയത്ത് അല്ലെ വളരെ എരിവായിരിക്കും. പിന്നീട് എന്നാൽ हम देखते हैं कि शुरुआत में वो लोग बहुत ही परमेश्वर के लिए एकदम बेदारी रहते हैं, तेजों में काम रहते हैं. എന്നാൽ പിന്നീട് അതിന് മാറ്റം വരുന്നു. लेकिन थोड़ा फिर देखते हैं कि कुछ सालों के बाद उनके अंदर थोड़ा बदली आने लगता है. അത് എഫേസ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ബ്രദർ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്. കാരണം ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളത്. पहला प्रेम वो खो गया. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാവുന്നതാണ്. ये हमारे जीवन में भी हो सकने वाली घटना है. കാരണം ഇത് എന്തുകൊണ്ട് വരുന്നു? കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു. प्रभु ने फरिसियों को कहा, तुमको परमेश्वर के वचन का सामर्थ तुम नहीं जानते हो, इसके लिए ये हो रहा है. നിങ്ങൾ ദൈവശക്തിയെയും തിരുവെഴുത്തുകളെയും അറിയാത്തത് കൊണ്ടാണ് തെറ്റിപ്പോകുന്നത്. तुम लोग परमेश्वर के सामर्थ को ना ही वचन को जानते हैं,
കാരണം യഥാർത്ഥമായിട്ടും इसलिए तुम भटक रहे हो. എന്നാൽ യഥാർത്ഥമായിട്ടും നമ്മൾ അറിയണം, നമുക്ക് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ അല്ലെ നമ്മളുടെ എന്തെങ്കിലും മറ്റ് ശക്തി കൊണ്ടോ ഒരിക്കലും നമുക്ക് ഒരു വിശ്വാസ ജീവിതത്തിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. एक बात जो हकीकत है वो हमें अच्छी तरह से समझ के लेना है कि हम लोग अपनी शक्ति से, हम तो कमजोर है, हम अपनी शक्ति से अपनी काबिलियत से एक विश्वासी का जीवन नहीं जी सकेंगे. അതുകൊണ്ടാണ് ഇവിടെ ഈ മന്നയുടെ അനുഭവം ഇവിടെ പറയുന്നത്. ഈ മന്നയുടെ സ്വാദ് അനുഭവിച്ച് ഈ മന്നയുടെ ടേസ്റ്റ് നമ്മൾക്ക് പൂർണ്ണമായിട്ട് അവർക്ക് യഥാർത്ഥമായി ആ മന്നയുടെ ടേസ്റ്റ് അവർ അനുഭവിച്ചിരുന്നുവെങ്കിൽ അവർ ആ കനാൻ ദേശത്തേക്ക് അവർ പ്രവേശിക്കുവാൻ അവരെല്ലാവർക്കും സാധിക്കുമായിരുന്നു. अगर इस मन्ना को वे लोग विश्वास योग्य रूप निरंतर उसका ही भोजन का स्वाद उठाते हुए वो अपने बने रहते थे, तो वो आत्मा में अंदर में ताकतवर हो जाते थे और जो शत्रुओं को का लड़ने के लिए अंदर उनके अंदर धैर्य बना रहता आ जाता था. അവിടെ നാം കാണുന്നു, അവിടെ വളരെ ഒരു സംഭവം അവിടെ ഉണ്ടായി. ആ പോയ 12 പേരിൽ 10 പേരും ഒരു ബാധയാൽ അവർ 10 പേരും മരിച്ചു. तो हम देखते हैं कि जो 12 जो स्पाई को क्या 12 लोग गया स्पाई ने मसला नहीं था, 12 जासूस को जो भेजे थे वो उसमें से हम देखते हैं कि 10 के 10 उसमें 12 में से 10 के जासूस लोग वे लोग एकदम डर गए और कांपते हुए कहते हैं कि वो कनान देश में बड़े बड़े राक्षस है. लेकिन केवल 2 ही व्यक्ति थे, 2 ही जासूस थे, वे लोग आए तो उन लोग धैर्य पूर्वक इजराइल को सांत्वना देते हैं कि डरो मत, वे वाग में जो राक्षस है वो हमारे लिए चीटी है. അല്ല, അതിൽ ആ പോയതിൽ അവർ 10 പേരും പിന്നീട് ബാധയാൽ മരിച്ചു. अच्छा, हम देखते हैं कि इस कारण क्या हो जाता है, ये 10 जो जासूस थे उनके अंदर महामारी आकर वे लोग मर गए. പിന്നീട് ദൈവം അവർ അരുളി ചെയ്ത് 20 വയസ്സിന് മേലോട്ടുള്ള ആരും കനാൻ ദേശത്ത് എത്തത്തില്ല, അവർ ഈ മരുഭൂമിയിൽ തന്നെ പട്ടുപോകുമെന്ന് പറഞ്ഞു. 20 വയസ്സിന് श्राप देता है कि 20 साल के ऊपर कोई भी കനാൻ ദേശത്ത് കടക്കത്തില്ല. 20 വയസ്സിന് മേളിലോട്ട് ആരും 20 साल के ऊपर कोई भी व्यक्ति कनान देश में प्रवेश नहीं करेंगे. അതിൽ യോശുവയും കാലേബും അല്ലാതെ വേറെ ആരും പ്രവേശിച്ചതുമില്ല. और हम अंत में देखते कि योशुआ और कालेब के अलावा और कोई प्रवेश भी नहीं किया वहां पर. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു വാർണിംഗ്, ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മളിൽ എത്ര പേര് കടക്കും? जरा आप लोग सोचिए कितना गंभीर बात है. अगर प्रभु भी अगर हमारा इस तरह का न्याय करेगा जैसा इस्राएलियों का किया, तो हम में से कितने लोग रह जाएंगे, बचेंगे? നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് മധ്യസ്ഥനും മഹാപുരോഹിതനുമായി ദൈവസന്നിധിയിൽ ആയിരിക്കുന്നതാണ് നമ്മൾ ആ ദേശത്തേക്ക് പ്രവേശിക്കാൻ നമ്മുടെ ധൈര്യം. इसलिए भाइयों, इसलिए हम कहते हैं हम लोग कितना अधिक भाग्यवान लोग हैं कि हमारे मध्यस्थ में यीशु मसीह समान हमारे लिए मध्यस्थी करने वाला एक महायाजक है जो हमारे लिए प्रार्थना करता है और हमें अपने आप में इतना वो हमें कवर करके रखा है ताकि हम लोग वो ये संसार पार करते हुए वो कनान देश में प्रवेश कर पाए. നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ഇന്നും എപ്പോഴും വഹിക്കുന്നതായ ആ മധ്യസ്ഥ ശുശ്രൂഷ അതിന്റെ അനുഗ്രഹമാണ്. നമുക്ക് ഈ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും അല്ലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ സന്തോഷം അനുഭവിക്കുവാനും നമുക്ക് കഴിയുന്നത്. इतना प्रभु यीशु मसीह का कितना हम अधिक धन्यवाद करना चाहिए जो हमारे लिए वो मध्यस्थी कर रहा है ताकि हम लोग के ऊपर कोई भी प्रकार का अनर्थ ना आवे, कोई या महामारी आए, परमेश्वर का क्रोध आए, वरन हमें बचाकर वो सुरक्षित हमें स्वर्ग देश राज परमेश्वर के राज्य में ले जाता है. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നമുക്ക് ആ ജീവന്റെ प्रभु ने कहा जो मुझे खाएगा वो मेरे द्वारा जिएगा. അത് ആ പഴയ പറഞ്ഞ ആ മന്നയുടെ അതേ അനുഭവം
ഇന്ന് പുതിയ നിയമ വിശ്വാസികൾ അത് കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുഭവിക്കുകയാണ്. ആ മന്നയുടെ ടേസ്റ്റ് ഇന്ന് ക്രിസ്തുവിനോട് നാം അനുഭവിക്കുകയാണ്. आमेन आमेन। वो आज नए करार के जो लोग हैं वो मन्ना का जो अनुभव हम लोग कर रहे हैं, आज भी हम लोग कर रहे हैं, लेकिन मसीह के द्वारा। मसीह है वो जो छुपा वो मन्ना, असली मन्ना। യേശു ക്രിസ്തു അതിനായിട്ട് നമ്മെ സഹായിക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ മഹത്വപ്പെടുത്താം, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്താം. आमेन। और ये यीशु मसीह इसी प्रकार अपने आप को हमें जो खिलाकर हमें वो हमें मदद कर रहा है, और उसके लिए हम लोग उसको धन्यवाद करना चाहिए। भाइयों, सजी बदन ने जो अभी वचन दिया उसको हम लोग आगे कंटिन्यू करें। സ്വർഗത്തിൽ ഇറങ്ങിയാകുന്നു എന്ന ആ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. स्वर्ग से उतर आया हुआ मन्ना के विषय में हम लोगों ने मनन किया था। കർത്താവ് എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. प्रभु के विषय में हम लोगों ने मनन किया। സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാകുന്നു ക്രിസ്തു എന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചത്. स्वर्ग से उतर आया हुआ रोटी जो यीशु मसीह है, उसके विषय में हम लोगों ने मनन किया। പഴയ നിയമത്തിൽ അത് മന്നയായിട്ടാണ്. पुराने नियम में मन्ना के स्वरूप प्रकट हुआ था। എന്നാൽ മന്ന അല്ല അപ്പം. മന്ന അപ്പമായി തീരേണ്ട ഒരു അധ്വാനമുണ്ട്. लेकिन हम मन्ना वो रोटी नहीं था, तैयार रोटी नहीं था। मन्ना एक प्रक्रिया के द्वारा गुजरना था, जिससे कि अंत में वो रोटी बन जाता था, खाने लायक। അപ്പോൾ ഈ മന്ന എങ്ങനെയാണ് റൊട്ടിയായി തീർന്നത് എന്നതാണ് ക്രൂശിന്റെ മർമ്മം. ये मन्ना किस प्रकार रोटी बन गया, यही है क्रूस का मर्म। നമുക്ക് പ്രൊവർബ്സിൽ നിന്നൊരു വാക്യം വായിക്കാം. आओ हम लोग नीति वचन से वचन लेंगे। പ്രൊവർബ്സ് 12 അധ്യായം അതിന്റെ 11 വാക്യം. 12 अध्याय उसका 11वां वचन पढ़ेंगे। जो अपनी भूमि को जोतता वह पेट भर खाता है, परंतु जो निकम्मों की संगति करता वह निर्बुद्धि ठहरता है। ഇവിടെ രണ്ട് മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ഇത് दो प्रकार के मनुष्य के विषय में लिखा है। നമ്മള് ദൈവികമായി അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നിലം കൃഷി ചെയ്ത ഒരു മനുഷ്യനെ നമ്മൾ പിന്തുടരണം. एक शारीरिक अगर आशीष हमें पाना है तो फिर जो भूमि जोता है वो उसके विषय में हम लोग देखते हैं। അവിടെ കാണിക്കുന്ന ആഹാരം സമൃദ്ധിയായിട്ടുണ്ടാകും, റൊട്ടി ധാരാളമായിട്ടുണ്ടാകും. ऐसे व्यक्ति के जीवन में घर में आहार समृद्धि भर रहेगा। എല്ലാം നിലം കൃഷി ചെയ്യുന്ന വ്യക്തിയിൽ ഇഷ്ടം പോലെ ആഹാരമുണ്ട്. जो व्यक्ति भूमि को जोतेगा उसके घर में आहार बहुत रहेगा। അതാണ് കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വിട്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിത്യജീവന്റെ ആഹാരം നിന്റെ കയ്യിലുണ്ട്, നിത്യജീവന്റെ അപ്പം നിന്റെ കയ്യിലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ പോകില്ല. हम देखते हैं कि जब यीशु मसीह ने अपने चेलों को बोला कि तुम भी अगर मुझे छोड़कर जाना चाहते हो तो जा सकते हैं, तो तुरंत क्या उन्होंने चेलों ने उत्तर दिया, हम तुम्हें छोड़कर कहाँ जाएंगे, तुम्हारे पास तो जीवन का वचन है। जीवन का वचन मतलब वो आहार है तुम्हारे पास। അപ്പൊ കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് കൊണ്ട് മാത്രം നമുക്ക് അപ്പമായി തീരുന്നില്ല, അവൻ അത് കൃഷി ചെയ്യണം, അധ്വാനിക്കണം. तो इसलिए यीशु मसीह स्वर्ग से उतर आकर भूमि पर आने से केवल वो रोटी नहीं बन सकता, उसको इस भूमि पे मेहनत करना जरूरी था, जोतना जरूरी था। യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായം 24 വാക്യം. जॉन का 12 യോഹന്നാന്റെ സുവിശേഷം 12:24. जॉन का 12:24 पढ़े। मैं तुमसे सच सच कहता हूँ कि जब तक गेहूं का दाना भूमि में पड़कर मर नहीं जाता वह अकेला रहता है, परंतु जब मर जाता है तो बहुत फल लाता है। അപ്പോൾ യേശുക്രിസ്തു ഒരു വിത്തായിട്ടാണ് വന്നത്, മന്നയായിട്ടാണ് വന്നത്. ആ മന്ന എന്ത് ചെയ്യണം? നിലത്ത് വീണ് ചത്തിട്ട് മനുഷ്യർക്ക് ആഹാരം ഉണ്ടാകണം. यीशु मसीह मन्ना के समान आया था
एक बीज के समान आया था। वो मन्ना वो भूमि पर गिरकर वो रोटी बन जाना था। അതിനെയാണ് കൃഷി ചെയ്യുക അല്ലെങ്കിൽ അധ്വാനിക്കുക എന്ന് പറയുന്നത്. उसी को हम लोग कहते हैं कि जोतना या मेहनत करना भूमि में. അപ്പം അവിടെ അധ്വാനിക്കാതെ നമുക്ക് ഭക്ഷിപ്പാൻ സാധിക്കില്ല. बिना वो मेहनत किए यीशु मसीह हमारे लिए रोटी नहीं बन सकता था. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. നമുക്ക് 128 സങ്കീർത്തനം 2 വാക്യം. 128 का भजन संगीता का वर्स 2 पढ़ेंगे. Psalms verse 2. अपनी कमाई को निश्चय खाने पाएगा, तू धन्य होगा और तेरा भला ही होगा. നോക്കുക, നിന്റെ तुम കൈകളുടെ अपने അധ്വാന ഫലം നീ हाथों തിന്നും. का जो मेहनत का खाओगे. ഹലോ हेलो ब्रदर. हेलो वन्ना. हेलो हेलो. हेलो. Yes, brother. I think PC Matthew uncle's internet is slow. Oh, okay, okay. I thought मेरा हुआ. Okay. യെ സംബന്ധിച്ചിടത്തോളം അവൻ മന്ന വീട്ടിൽ കൊണ്ടുവരണം, അത് ഇടിക്കണം, അത് പാകം ചെയ്യണം, അത് തീയിലിടണം, അതിനെ ബേക്ക് ചെയ്തിട്ടാണ് അവൻ ഭക്ഷിക്കേണ്ടത്. एक यहूदी के समान उसे अगर मन्ना मिले तो उसे वो मन्ना को उसको घर लेकर आना है, उसको पीसना है, उसको बाद में उसका शेप बनाकर उसको पकाना है, अंगार में डालना है और बाद में वो रोटी तलता है. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു മെറ്റീരിയൽ ആയിട്ടാണ്. കാരണം പാകം हम जानते हैं कि समझ सकते हैं इससे कि यीशु मसीह जब स्वर्ग से भूमि में आया वो मन्ना के समान आया, लेकिन क्रूज पर है जो कार्य वो प्रक्रिया से गुजरा जिससे के द्वारा वो रोटी बनने का जो प्रक्रिया है वो क्रूज है. അപ്പൊ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുകയാണ്. हम യോഹന്നാൻ का सुसमाचार का 4वां अध्याय पढ़े. അതിന്റെ 4:38 വാക്യം. 4 का 38. मैंने तुम्हें वह खेत काटने के लिए भेजा जिसमें तुमने परिश्रम नहीं किया, दूसरों ने परिश्रम किया और तुम उनके परिश्रम के फल में भागी हुए. വിളിച്ചിരിക്കുന്നു. കർത്താവോട് പറയാണ്, നിങ്ങൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ആ മന്ന വീട്ടിൽ കൊണ്ടുവരണം, അതിനെ അത് അരയ്ക്കണം, പൊടിക്കണം, यहूदी के संबंध में देखा തീയിലാകണം, അപ്പം ആക്കണം. പ്രോസസ്സാണ്, വഴിയാണ് നമ്മൾ കാണുന്നത്. ओके, नो प्रॉब्लम ब्रदर. കുറച്ച് ലാഗ് ആയിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. तो हम यहूदी के संबंध में हम देखते हैं कि मन्ना जब आता है तो उसको घर लेकर आना पड़ता है, फिर उसको पीसना पड़ता है, फिर पीस के बाद में उसको मिलाकर उसको अंगार में डालना पड़ता है, फिर बाद में उसे पकाता है. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്താണ്? लेकिन हमारे संबंध में इस प्रक्रिया को हम लोग उसका अनुवाद करेंगे.
ക്രിസ്തു തന്നെ മന്നയാണ്. ക്രിസ്തു തന്നെ മന്ന അപ്പമായി തീർന്ന പ്രോസസ്സിലൂടെ പോയതാണ് അധ്വാനം. ഈ അധ്വാനം നമുക്ക് അവന്റെ കയ്യിലുള്ള അധ്വാനം നമുക്ക് അനുഗ്രഹമായ ഭക്ഷണമായി തീർന്നു. यीशु मसीह है जो स्वर्ग से आया मन्ना, और वही मन्ना क्रूज का प्रक्रिया के द्वारा गुजरने के बाद हमारे लिए वो रोटी बन गया. वो उसने मेहनत किया और वो रोटी बन गया, और आज वो उसका जो मेहनत का हम लोग आनंद उठा रहे हैं, हम लोग उसका फल उठा रहे हैं जो मेहनत उसने किया. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 6 കർത്താവ് ഈ വിഷയമാണ് പറയുന്നത്. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും ബ്രദർ, ലാഗ് ആയി ബ്രദർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ബ്രദർ പിന്നു ലാഗായി, അതുകൊണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല ബ്രദറെ. പിന്നു ലാഗായി. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 55-ാം വാക്യം ഒന്ന് വായിക്കാം. ओके, जॉन 6:55 पढ़ेंगे. क्योंकि मेरा मांस वास्तव में खाने की वस्तु है और मेरा लहू वास्तव में पीने की वस्तु है. आमीन. यस. ब्रदर वापस लगे हुए. ओके ब्रदर, वाइचु वचनम वाइचु. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. 6:55 വായിച്ചു. ബ്രദർ വീഡിയോ വേണമെങ്കിൽ ഓഫ് ആയിക്കോ, വീഡിയോ വേണമെങ്കിൽ ഓഫ് ആയിക്കോ. നമ്മൾ യോഹന്നാന്റെ ഹലോ പറയൂ ഇപ്പൊ ഓക്കെ. മന്ന അപ്പമായി തീരുന്നതിന് ഭൂമി കൃഷി ചെയ്യുക അയച്ചല്ലോ. സദൃശവാക്യം 12:11 വായിച്ചു. ഭൂമി കൃഷി ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം ഇതാണ്: യേശുക്രിസ്തുവിന്റെ മാംസവും രക്തവുമാണ് അധ്വാനിച്ചത്. യേശുക്രിസ്തുവിന്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ അവന്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും അവന്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. यीशु मसीह ने अपने भूमि का पर जोत कर मेहनत किया, करने का मतलब है उसका मांस हमारे लिए भोजन बन गया और उस पीने बन गया, लायक बन गया. ഇതാണ് നമുക്ക് യേശുക്രിസ്തു ആഹാരമായി. यही है, यीशु मसीह हमारे लिए एक आहार बन गया, भोजन बन गया. Am I lagging? No, brother, you are not lagging. Okay. Brother, little net issue is there. കുറച്ച് വീഡിയോ ഓഫ് ആക്കിയാലും മതി. അങ്ങളെ പീസിനകത്ത് വീഡിയോ ഒന്ന് ഓഫ് ആക്കി നോക്കാം. കേൾക്കുന്നില്ല. Oh Lord Jesus, what a wonderful message you shared. Yeah, he was in a good flow. ഹലോ, brother ഇപ്പൊ പറയൂ. അപ്പൊ നമ്മള്
നമ്മൾ കർത്താവിന്റെ മേശയിൽ വരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? हम लोग प्रभु के मेज में आने जब इकट्ठा होते हैं उसका मतलब क्या है? ഇതിന്റെ പിന്നിലുള്ള അധ്വാനം നമ്മൾ ധ്യാനിക്കുന്നതാണ് അപ്പമായി തീരുന്നത്. हमें इस मेज के पीछे जो व्यक्ति ने मेहनत किया था, जो भूमि के ऊपर जिसने जोता था, वो उसके विषय वो है जो सत्य। ഇവിടെ ഇവിടെ നെറ്റ് പ്രോബ്ലം ഉള്ളത് എപ്പോഴും അത് അവിടെ പ്രശ്നമാണ്. Jayesh brother, if you want to continue, you can. I can translate for you. I can talk on this particular subject since it is opened up. So what is this eating the flesh means and drinking the blood? Can you talk in English, Hindi, so that Sorry, I can? okay. In John का chapter 6, John 6 का जो 54 से पढ़ेंगे, യോഹന്നാന്റെ സുവിശേഷം 53 से 6 അധ്യായം 53-ാമത്തെ വാക്യം തൊട്ട് വായിച്ചാൽ, यीशु ने उनसे कहा, मैं तुमसे सच सच कहता हूँ कि जब तक तुम मनुष्य के पुत्र का मांस न खाओ और उसका लहू न पियो, तुम में जीवन नहीं। जो मेरा मांस खाता और मेरा लहू पीता है, अनंत जीवन उसी का है, और मैं उसे अंतिम दिन फिर जिला उठाऊंगा, क्योंकि मेरा मांस वास्तव में खाने की वस्तु है और मेरा लहू वास्तव में पीने की वस्तु है। ओके, तो हम देखते हैं कि इधर यीशु मसीह ने कहा कि यीशु मसीह का मांस वास्तव में खाने की वस्तु है और उसका जो लहू है वो पीने की वस्तु है। ഇവിടെ കർത്താവ് പറയുകയാണ്, അവന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണവും അവന്റെ രക്തം സാക്ഷാൽ പാനീയമാണെന്ന് നമ്മളിവിടെ വായിക്കുന്നു. जब ऐसा कहा तो हम देखते हैं कि यहूदियों के बीच में, फरीसी के बीच, उन लोग को बहुत बड़ा ये ठोकर का कारण बन गया कि एक ऐसा शिक्षण है, ये क्या बात कर रहा है। ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഇടയിലും പരീശന്മാരുടെ ഇടയിലും വലിയൊരു പ്രശ്നമുണ്ടായി. കാരണം ഇത് കഠിന വാക്കാണ്, ഈ ഉപദേശം എങ്ങനെ ഞങ്ങൾ സ്വീകരിക്കും എന്നാണ് അവരുടെ തമ്മിൽ അവർ തന്നെ ചിന്തിച്ചത്. वचन 60 में पढ़ेंगे, 7-ാമത്തെ വാക്യം വായിച്ചാൽ 60 बहुतों ने यह सुनकर कहा, यह कठोर बात है, इसे कौन सुन सकता है। आमीन। तो बहुतों ने कहा कि ये कठोर बात है और ये कौन सुन सकता है, समझ सकता है कि वो कोई व्यक्ति आकर कह रहा है कि मेरा मांस खाओ और मेरा लहू पाओ, तुम्हें अगर जीना है तो। अगर ऐसा कोई बोलेगा तो उन लोग को कठिन हो गया सुनने के लिए, नहीं ग्रहण हुआ। ഈ യഹൂദന്മാരും പരീശന്മാർക്കും ഈ ഉപദേശം വളരെ പ്രയാസകരമായി തോന്നി, വളരെ കഠിനമായിട്ട് തോന്നി. കാരണം ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു, ജീവിക്കണമെങ്കിൽ തന്റെ ശരീരം കഴിക്കണമെന്നും
തന്റെ രക്തം കുടിക്കണമെന്ന് പറയുമ്പോൾ ഇത് കഠിന ഉപദേശമാണെന്ന് പറഞ്ഞുകൊണ്ട് പലരും അവര് തമ്മിൽ വിയോജിപ്പ് തുടങ്ങി. तो वो ये क्या, इसका अर्थ क्या है, सही अर्थ क्या है इसको हम लोग कैसे समझेंगे? ഇതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം? क्योंकि हम देखते कि मन्ना का जब विषय आया और मन्ना के संबंध में जब यहूदियों के अंदर ठोकर आ गई कि एक ऐसा व्यक्ति कहता है कि स्वर्ग से उतर आया हुआ मन्ना मैं हूँ, तो जाके यीशु मसीह ऐसा उनको कहता है कि मैं ही हूँ खाने का वस्तु, मेरा मांस ही खाने का वस्तु है, मेरा लहू पीने का वस्तु। तो मन्ना के संबंध में ये प्रकटीकरण प्रभु यहाँ पर दे रहा है। ഇവിടെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന മന്ന ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമകരമായി അത് സ്വീകരിക്കാൻ. കാരണം ഈ മന്ന എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണെന്ന് അറിയാമെങ്കിലും ഇത് കർത്താവാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ വളരെ പ്രയാസകരമായി എന്ന് നമ്മൾ കാണുന്നു. तो यही तुलना हम मन्ना को जब ये लोगों के अंदर ठोकर आया तो प्रभु ने बोला कि मेरा मांस ही वो भोजन खाने की वस्तु है और मेरा लहू ही पीने का वस्तु। तो मन्ना का जो प्रकटीकरण है उसने अपना मांस और लहू के खाने के साथ जोड़ दिया। അപ്പൊ ഇത് പറയുന്നതിൽ കർത്താവ് ഉദ്ദേശിച്ചത് എന്താണ്? മന്ന കഴിക്കാൻ ഉതകുന്ന ഒരു വസ്തു ആയതിനാൽ ഈ മന്ന ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എന്റെ ശരീരം അത് കഴിക്കുവാനും എന്റെ രക്തം അത് കുടിക്കുവാനും അത് ഉതകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മന്നയുമായിട്ട് കർത്താവിനെ മന്നയുമായിട്ട് താൻ ബന്ധപ്പെടുത്തിയപ്പോൾ അവിടെ വളരെയധികം പ്രയാസമുള്ളതായി നമ്മൾ കണ്ടു. एक्चुअली देखा जाए तो बहुत ही साधारण अर्थ है इसका। एक व्यक्ति का हम लोग मांस कभी खा पाएंगे और उस व्यक्ति के अंदर का लहू कैसे उपलब्ध होगा? जब वो मरेगा तो ही उसका हम लोग उसको मार कर वध करेंगे तो ही तो उस व्यक्ति का मांस मिलेगा हम लोग को खाने के लिए। कोई भी आज हम लोग कैसे हम लोग मुर्गी काटते हैं या बकरा काटते हैं, वो वध करने के बाद ही ना। നമുക്കിത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായ കാര്യം തന്നെയാണ്. കാരണം ഏതൊരു മൃഗത്തെയും നമ്മൾ ഭക്ഷിക്കണമെങ്കിൽ അതിനെ നമ്മൾ മുഴുവനുമായിട്ടും അതിനെ കണ്ടിക്കും, അങ്ങനെയാണ് നമ്മൾ അതിനെ ഭക്ഷിക്കുന്നത്. അതിനെ കൊന്നതിന് ശേഷമാണ് നമ്മൾ അതിനെ ഭക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് മരണപ്പെട്ടാൽ മാത്രമേ ഈ ഒരു ഭക്ഷണം നമുക്ക് ആഹാരമായി കിട്ടുകയുള്ളൂ എന്നാണ് അവിടെ കർത്താവ് ഉദ്ദേശിച്ചത്. लेकिन ये जीवन कैसे हमारे लिए हो जाता है? എന്നാൽ ഇത് എങ്ങനെയാണ് നമ്മളോട് സംബന്ധിച്ച് അത് ജീവനായി തീരുന്നത്? जब यीशु मसीह को हमारे लिए मरना पड़ा, मतलब वो बात जब हमारे लिए वो बात है उसका शरीर भोजन बनना, वो मतलब वो है हमारे लिए लाभ का कारण बन गया। यीशु मसीह का मरना मतलब वो है वो बात का जब आनंद उठाते कि परमेश्वर ने मुझे बचाने के लिए अपने इकलौता पुत्र को क्रूस पर मरने दिया, उसका शरीर को क्रूस पर अर्पण करना पड़ा, वो है इस वचन का आनंद, वो है ये सच्चाई हमें जीवन लेने का जीवन उत्पन्न करता है। കർത്താവായ യേശുക്രിസ്തു മരിക്കാൻ ഇടയായത് അത് എനിക്ക് ജീവൻ നൽകാനാണെന്നും എന്നെ രക്ഷിക്കാനാണെന്നും താൻ മരിച്ചത് എന്നുള്ള കാര്യത്തിന്റെ ആ വചനത്തെ നമ്മൾ മനസ്സോടെ ഏറ്റെടുക്കുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ അത് ആഹാരമായി തീരുകയാണ് നമ്മൾ. ये सब यीशु मसीह का कहने के पीछे जो अर्थ मेरा मांस भोजन है और लहू पीने का वस्तु है, അതാണ് കർത്താവ് പറയുന്നതിന് പിന്നിലുള്ള ഉദ്ദേശം. എന്റെ മാംസം ആഹാരവും എന്റെ രക്തം പാനീയവുമാണെന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കർത്താവ് ഉദ്ദേശിച്ചത് ഇതാണ്. यही है अपना ब्रदर पीसी मैथ्यू इस बात को मेज के साथ लेकर जोड़ना चाहते थे। कहने का मतलब ये था कि जब हम लोग मेज के सामने इकट्ठा होते हैं, यीशु मसीह को मेरे लिए मरना पड़ा और उसको लहू बहाना पड़ा, ये बात का हम लोग कारण क्या था? ये हमारे भलाई के लिए कारण बन गया, हमारे लिए वो सुसमाचार बन गया। ये बात का आनंद को हम लोग याद करते हैं कि यीशु मसीह का दुख और कष्ट के वजह से आज हमें लाभ बन गया है, वो हमारे लिए अनंत काल का जीवन प्रदान करते गया। ये याद करने के लिए हम लोग इकट्ठा होते हैं मेज के सामने।
നമ്മൾ എന്തുകൊണ്ടാണ് മേശയുടെ മുൻപിൽ നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്? കാരണം കർത്താവ് യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മൾക്ക് എത്രമാത്രം പ്രയോജനമുള്ളതായി തീർന്നു, നമുക്കത് എത്രമാത്രം നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ, അത് നമ്മൾ വിലയിരുത്തി ചിന്തിക്കുമ്പോൾ, അത് നമ്മൾ മേശയുടെ സന്നിധിയിൽ നമ്മൾ കൂടി വരുമ്പോൾ നമ്മൾ ഈ ആഹാരം കഴിക്കുകയാണ്. അതാണ് സഹോദരൻ പറഞ്ഞു വന്നത്. आमेन। तो इस तरह जब हम लोग यीशु मसीह का जब मांस खाएंगे, अर्थात यीशु मसीह का को मारा जाना मेरे लिए, मेरे पापों के लिए था, ये बात को हम लोग जब मनन करेंगे तब क्या होता है, हमारे पाप प्रकट होता है कि कौन कौन से पाप है वो ध्यान में आता है। तब जाके यीशु मसीह का लहू मेरे हर एक पापों को जिस अंगीकार करते हुए शुद्धिकरण प्राप्त करने के लिए हमें मदद करता है। यह है लहू पीना। लहू पीने का अर्थ यह है और मांस खाने का अर्थ यह है। അതാ നമുക്കിത് മനസ്സിലാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ശരീരത്തിന്റെ ഈ മരണത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നമ്മൾക്ക് നമ്മുടെ പാപത്തെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മൾ ചെയ്ത പാപങ്ങളെ കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യം വരികയും അതിന്റെ ശുദ്ധീകരണത്തിനായി കർത്താവിന്റെ രക്തം നമ്മൾക്ക് അതിന്റെ മേൽ തളിക്കപ്പെടുമ്പോൾ അത് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് തന്റെ ശരീരം കഴിക്കുകയും തന്റെ മാംസം കഴിക്കുകയും തന്റെ രക്തം അത് കുടിക്കുകയും ചെയ്യുന്നതിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്. दोनों का फर्क हमें समझना, मांस खाना और लहू पीना दोनों अलग अलग चीज है। ഇതിന്റെ രണ്ടിന്റെയും വ്യത്യാസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം അവന്റെ ആ ശരീരം അത് ആഹാരമായും ഈ രക്തം അത് നമ്മൾ പാനീയമായും നമ്മൾ അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. मांस खाने का मतलब है यीशु मसीह का मेरे लिए मारा जाना, मेरा एक एक पापों के लिए मारा जाना, ये है मांस खाने का मतलब। ഈ ശരീരത്തിനെ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ എന്റെ ഓരോ പാപങ്ങൾക്ക് വേണ്ടിയും കർത്താവ് കഷ്ടം അനുഭവിച്ചു എന്നുള്ള കാര്യത്തിന്റെ ഓർമ്മ, അത് തന്നെയാണ് കർത്താവിനെ ഇങ്ങനെ ആ കർത്താവിന്റെ ശരീരത്തെ ഭക്ഷിക്കുക എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. लेकिन जब मेरे एक एक पाप इस तरह जब याद करते वक्त जब मुझे ये एहसास आने लगता है प्रतिदिन, ये प्रतिदिन की बात है, प्रतिदिन एक एक पाप जैसा प्रभु मेरे को मेरे अंदर प्रकट करता है, उसके लिए मारा गया वो, ये बात का जब मेरे अंदर एहसास होने लगता है तो मैं तुरंत परमेश्वर यीशु मसीह के सिंहासन पर पहुंचता हूँ और प्रभु के लहू से मैं धुलता हूँ। और तो ये है लहू पीना, ये इससे जीवन मेरे अंदर उमड़ आती है। അതാണ് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന നമ്മളുടെ പാപത്തിന്റെ ബോധ്യം, നമ്മൾക്കുണ്ടാകുന്ന പാപത്തിന്റെ ഓരോ പ്രതിദിനം നമ്മൾക്കുണ്ടാകുന്ന പാപത്തിന്റെ ബോധ്യത്തിൽ നിന്നും നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ആ രക്തത്തിന്റെ വില അന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അതാണ് നമ്മുടെ പാപങ്ങൾക്കുള്ള ശുദ്ധീകരണത്തിനായി ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണം. അതിനായിട്ട് നമ്മൾ അവന്റെ സിംഹാസനത്തിലേക്ക് ഓടിച്ചെല്ലുന്ന ആ കാര്യമാണ് ദൈവം അതിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. विश्वासी को जब मांस खाने के बाद जब उसके अंदर एहसास होता है उसके कमियों को, तो वो तुरंत हो जाता है प्रभु के सामने। मतलब एक बार एक व्यक्ति मांस का अनुभव करने के बाद उसको पता चलता है कि कितना मैं और प्रभु में कितना अंतर है, मेरा प्रभु कितना स्वादिष्ट है, कितना अच्छा है, और उसके तुलना में मैं कितना खराब हूँ, मेरे अंदर कुछ भी नहीं है। जब परमेश्वर के उजाला में हमारा अंधकार दिखने लगता है तो तुरंत हम लोग प्रभु के पास जाते हैं और लहू पीने के लिए, मतलब उसके लहू से शुद्ध होकर जीवन पाने के लिए जो पाप का एहसास आया। കർത്താവിന്റെ ഈ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് നമ്മൾ ശരിക്കും ധ്യാനിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വലിയ പാപിയാണെന്നും ഈ കർത്താവിനോട് തുലനം ചെയ്താൽ, ഈ കർത്താവിനെ ഒന്ന് രുചിച്ചറിഞ്ഞാൽ, അവന്റെ നന്മകൾ ഒന്ന് അറിഞ്ഞാൽ, കർത്താവ് നമ്മൾക്ക് വേണ്ടി എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുമ്പോൾ നമ്മളുടെ പാപങ്ങൾ വെളിപ്പെടുകയും അതിന്റെ ശുദ്ധീകരണത്തിനായി കർത്താവ് ഒഴുക്കിയ രക്തത്തിന്റെ പ്രായോഗിക വശം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. हम देखते हैं कि इसके लिए प्रभु यीशु मसीह को एक प्रक्रिया के द्वारा गुजरना पड़ा, तब जाके वो हमारे लिए एक भोजन बन सका। ഈ ഒരു കാര്യത്തിന് വേണ്ടി കർത്താവിന് ഒരു പ്രക്രിയയിൽ കൂടി കിടക്കേണ്ടി വന്നു. അങ്ങനെ കർത്താവ് കഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്ക് അതൊരു ആഹാരമായി തീർന്നത്. आज हमारे अंदर जो वो कार्य प्रभु शुरुआत किया है
अगर इसी को अगर हम लोग उसी प्रक्रिया में हम लोग बने रहेंगे, निरंतर अपने आप को नकार कर टूस उठाकर चलते रहेंगे, तो एक दिन हमारा भी शरीर प्रभु के सम्मान तैयार हो जाएगा, तब जाके प्रभु हमें उठा ले जाएगा। നമ്മൾക്കും ഈ കർത്താവ് നമ്മളിൽ തുടങ്ങിയ ഈ ഒരു വേല നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെയും ഉള്ളങ്ങളെയും ശരീരങ്ങളെയും ഒക്കെ ഒരുക്കുമ്പോ ഒരു ദിവസം നമ്മള് കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. प्रभु एक ऐसा शरीर को तैयार कर रहा है, ആ രീതിയിലുള്ള ശരീരത്തെ ദൈവം നമ്മളിൽ ഒരുക്കുകയാണ്. उस शरीर के हम लोग सब लोग सदस्य है भाइयों। നമ്മൾ എല്ലാവരും ആ ഒരു അതിന്റെ ആ ശരീരത്തിന്റെ ഭാഗമാണ് പ്രിയരെ. प्रभु हम सबको तैयार कर रहा है, നമ്മളെ എല്ലാവരെയും ഒരുക്കുകയാ സഹോദരന്മാരെ. देखो मालूम है एक जब हम जानते हैं मरियम के जो गर्भ में जब यीशु मसीह जब स्वर्ग से उतर आकर भूमि पर आया, एक बीज समान था, छोटा था, वो पहला आत्मा है जो अंदर आया, वो धीरे 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 अंत में शरीर फॉर्म होता है। हर सृष्टि का यही है सत्य। और पहला हृदय फॉर्म होता है और बाद में अंदरूनी बात पहला पैदा होता है, फिर बाद में शरीर एंड में फुल फॉर्म बन जाने के बाद अपने परिपूर्णता, समय के परिपूर्णता में बाहर प्रकट होता है। നമ്മൾ മനസ്സിലാക്കുന്ന ആ പരിശുദ്ധാത്മാവിന് മറിയയിൽ നിഴലിട്ടു, അങ്ങനെ പ്രസവിച്ചപ്പോൾ അവിടെ നമ്മൾ എല്ലാ മനുഷ്യരിലും നമ്മൾ നോക്കുന്നത് പോലെ നമ്മൾ എല്ലാ മനുഷ്യരിലും ഈ ഒരു പ്രക്രിയ ഉണ്ട്. കാരണം ഒരു കുഞ്ഞ് തന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ആദ്യം തന്റെ അന്തരംഗങ്ങളാണ് ആദ്യം രൂപപ്പെടുകയും ഒക്കെയും ചെയ്യുന്നത്, പിന്നീടാണ് ശരീരഭാഗങ്ങളൊക്കെയും രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. सृष्टि से पता चलता कि वो शरीर जब तक फॉर्म हो के परिपूर्णता में बढ़े नहीं, तब तक हम देखते कि कोई भी हो, पक्षी हो या कोई भी हो, अंडे से बाहर नहीं टूट के आता है या बच्चा बाहर नहीं आता है, वो शरीर फॉर्म कंप्लीट होने के बाद ही बाहर वो दुनिया में प्रकट होता है। इसी प्रकार कलीसिया एक मर्म है जो प्रभु वो शरीर को बना रहा है और वो एक दिन सबके सामने प्रकट होगा। प्रभु अभी अंदर का कार्य हमारे अंदर कर रहा है, हम लोग उस अंडे के अंदर है समझो, और प्रभु उस शरीर को तैयार कर रहा है। भाइयों हम इस मर्म को समझना है। സഹോദരന്മാരെ, ഈ ഒരു മർമ്മത്തെ നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു ജീവിയെ നമ്മൾ എടുത്താൽ അതിനെ ഉത്ഭവിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ ചിന്തിച്ചാൽ അതിന് മുഴുവനുമായും അതിന്റെ ശരീരം ഉളവായി കഴിയുമ്പോൾ മാത്രമാണ് അത് ഭൂമിയിൽ അത് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സഭാജീവിതം, സഭേനെ ദൈവം ഒരുക്കുന്നത് തന്നെ ആ സഭയുടെ പൂർത്തീകരണമാകുമ്പോൾ ആ സഭ വെളിപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മളിൽ അതിനു മുൻപേ തന്നെ ദൈവം വളരെ ആന്തരികമായി നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. इस तरह हम लोग एक प्रक्रिया की गुजर में जा रहे हैं। प्रभु का जो वचन के वो उसमें प्रक्रिया में अपने आप को यीशु मसीह का जो स्वरूप में तैयार हो जाने का जो कार्य परमेश्वर ने जो रिस्पॉन्सिबिलिटी लिया है कलीसिया को बांधने के लिए अपने स्वरूप में, उस प्रक्रिया में हम भी है शामिल है। इसका प्रकटीकरण हम सबको मिलना चाहिए और इस तरह हम लोग ताकि हम एक दूसरे को, एक सदस्य को, शरीर के सदस्य को हम लोग मौल्यवान समझेंगे, प्यार में बने रहेंगे और हम लोग प्रभु के राज्य कलीसिया बांधने का विषय में हम लोग कोऑपरेट कर पाएंगे और इस तरह हम लोग सब लोग एक दिन एक शरीर बनकर परमेश्वर के सामने उठा लिए जाएंगे। प्रकट होगा उस दिन दुनिया को कि कलीसिया क्या है। കർത്താവ് ഈ ലോകത്തിൽ തന്റെ ശരീരമായ സഭേനെ ആന്തരികമായിട്ട് ഒരുക്കുമ്പോൾ നമ്മൾ നമ്മുടെ മറ്റു സഹോദരങ്ങളെ ആ ഒരു രീതിയിൽ ദൈവം ഒരുക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ സഹോദരനോടും കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുമിച്ച് നമ്മൾ പണിയപ്പെട്ട ഒരു സഭയായി നമ്മളെ ദൈവം ഒരിക്കൽ അവന്റെ പ്രത്യക്ഷതയിൽ നമ്മളെ എടുക്കപ്പെടുമ്പോൾ നമ്മൾ സകല ലോകരുടെ മുന്നിലും നമ്മൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തിനായിട്ടാണ് നമ്മൾ എല്ലാവരും നോക്കി പാർക്കുന്നത്. അപ്പോൾ ദൈവം തന്റെ സഭയെ മുഴുവനുമായിട്ട് പ്രകടമാക്കണമെങ്കിൽ ആന്തരികമായ എല്ലാ പ്രവർത്തനങ്ങളും ദൈവം ചെയ്യുകയും ആ പണി പൂർത്തീകരിക്കുകയും ചെയ്യുമ്പോഴാണ് സഭ വെളിപ്പെടുന്നത്.
और तो परमेश्वर का वो पोशाक आहार जो एक माँ के गर्भ से बच्चे को जो मिलता है, वो निरंतर वो उसमें बने रहेगा, तो अबॉर्ट नहीं होगा वो बच्चा समय में। हाँ, Are you able to मेरा understand? whether your net was very slow. I got some point. I'll say. നമ്മുടെ Okay. So ठीक है, तो അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്റെ കുഞ്ഞിന് കിട്ടുന്ന ആഹാരം, ആ ആഹാരം ശരിക്കും കിട്ടുന്നത് കൊണ്ടാണ് ആ കുഞ്ഞ് ജീവിക്കുന്നത് ഗർഭപാത്രത്തിൽ. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ലോകത്തിൽ കർത്താവിൽ നിന്നും പ്രാപിക്കുന്ന ആ വചനമാണ് നമ്മൾക്കത് ജീവനായി തീരുന്നത്. Amen. तो उस मन्ना को हम लोग इजरायली लोग के समान तुच्छ न समझे, उसके प्रोटेक्शन में, उसके रुचि में, उसके आनंद में हम लोग अपने आप को तंदुरुस्त बनाए कलीसिया जीवन में। ആ ഇസ്രായേൽ ജനങ്ങൾ ആ മന്നേനെ തുച്ഛീകരിച്ചതുപോലെ നമ്മൾ തുച്ഛീകരിക്കാൻ ഇടയാകാതെ ആ ഈ മന്നയുടെ യാഥാർത്ഥ്യം നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ ശരീരമായ സഭയിൽ നമ്മൾ ഒരുമിച്ച് പണിയപ്പെടുകയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Amen. Amen.